ഇനി ആ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകാൻ പോകുന്നില്ല. ആ രോഗം സൗഖ്യമാകുന്നതല്ല. ആജീവനാന്തം ഒരു രോഗിയായിരിക്കും. ഇല്ലെങ്കിൽ ആ വിഷയത്തിൽ ഇനി ഒരു മറുപടിയും പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും സാധ്യമാകത്തില്ല എന്ന് പറയുന്ന ഓരോ മാനുഷികമായ വാക്കുകളുടെ നടുവിലും ദൈവത്തിൻ്റെ ശബ്ദം ഇന്ന് പരിശുദ്ധാത്മാ പറയുന്നു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യം. ആമേൻ. നമ്മുടെ ദൈവം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ദൈവമാണ്. സർവവും സൃഷ്ടിച്ചവനാണ്, ചമച്ചവനാണ്, സർവത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്, സകല ജഡത്തിൻ്റെ മേലും അധികാരമുള്ളവനാണ്, സകല മനുഷ്യൻ്റെ മേലും അധികാരമുള്ളവൻ എൻ്റെ ദൈവം. ആ ദൈവത്തിന് സകലരുടെ മേലും അധികാരമുള്ളത് കൊണ്ട് എൻ്റെ വിഷയത്തിൽ ഇടപെടുവാനും സകല സൃഷ്ടികളുടെ മേലും അധികാരമുള്ളത് കൊണ്ട് എനിക്ക് അനുകൂലമായി കാര്യങ്ങൾ തിരിക്കുവാനും ശക്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്നത്തെ ശാലോം സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂതൻ നിങ്ങൾ വിശ്വസിച്ചോ? അസാധ്യമെന്ന് പറഞ്ഞ കാര്യങ്ങൾ, നടക്കില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇനി വരില്ല എന്ന് പറഞ്ഞ വിഷയങ്ങൾ, ഇനി സൗഖ്യമില്ല എന്ന് പറഞ്ഞ രോഗങ്ങൾ, ആ വിഷയങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അത്ഭുതകരം ദൈവം നീട്ടും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം തന്നെക്കുറിച്ച് പറയുന്നു. അയ്യോ യിരെമ്യാ പ്രവാചകൻ പറയുന്നു, അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ആമേൻ. നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായത് ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായ വല്ല കാര്യമുണ്ടോ? യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഈ ദൂത് നൽകി തരുവാൻ പല കാരണങ്ങളുള്ളതിൽ ഒരു കാരണം കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു വലിയ സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും കാര്യമാണ്. ആമേൻ. ഏഷ്യയിലെ തന്നെ ഒരു പ്രധാന ആശുപത്രിയിൽ നിന്ന് ഞങ്ങളുടെ സ്നേഹത്തിൻ്റെ ഭാര്യ ഒരു ട്യൂമറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഓപ്പറേഷന് വേണ്ടി ഡേറ്റും സമയവും നിശ്ചയിച്ച് ഇന്നലെ വൈകിട്ട് തീരുമാനമെടുത്ത് തുടങ്ങുന്ന സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു വേണ്ട, സർജറി വേണ്ട എന്ന് പറഞ്ഞ് ആ സിസ്റ്ററിനെ ഡിസ്ചാർജ് ചെയ്തു. 100 കണക്കിന് ആളുകൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. ഹല്ലേലൂയ. താൽക്കാലികമായ ചില മരുന്നുകൾ കൊടുത്തയച്ചിട്ട് പറഞ്ഞയച്ചു. ആമേൻ. പ്രിയമുള്ളവരെ, നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ഒരു അത്ഭുത സാക്ഷ്യമായിട്ട് നിങ്ങളുടെ പ്രശ്നങ്ങളെ ദൈവം മാറ്റും. പക്ഷേ ദൈവം ശക്തനാണ്, ദൈവം വിടുവിക്കുന്നവനാണ്. ദൈവത്തിന് എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് നിങ്ങളൊന്ന് വിശ്വസിച്ചോ? നിങ്ങളുടെ വിഷയത്തിലും ദൈവം അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഇതുപോലെ 100 സംഭവങ്ങൾ ഈ ദൈവത്തിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് ജനങ്ങൾ അനുഭവിച്ചറിയുന്നുണ്ട്. ഹല്ലേലൂയ. അതെ, മനുഷ്യൻ അസാധ്യമെന്ന് പറയുന്ന ഇടത്ത് മനുഷ്യന് ഇനി സാധ്യതയില്ല, അവിടെ ഇനി പോസിബിലിറ്റീസ് ഒന്നുമില്ല, ആ വഴി അടഞ്ഞതാ, ആ വഴി അടഞ്ഞു, ഇനി അതിലേ പോകാൻ പറ്റില്ല, നീ ആ സഹായം നിർത്തി, ആ ഉറവ അടഞ്ഞു എന്നൊക്കെ പറഞ്ഞിടത്തും ദൈവത്തിന് ഉറവകളെ തുറക്കാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ വിശ്വസിച്ചോ? മനുഷ്യരുടെ ഹൃദയത്തിൽ ദൈവം ഇടപെടും. നിങ്ങൾക്ക് അനുകൂലമായി ഹൃദയങ്ങളെ തിരിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരിക്കലും മാറാത്ത സ്വഭാവങ്ങളെ ദൈവം നിങ്ങൾക്ക് അനുകൂലമായി ആ തലമുറയുടെ, ആ കുടുംബത്തിലെ, ആ പ്രിയപ്പെട്ടവരുടെ സ്വഭാവങ്ങളെ ദൈവത്തിന് മാറ്റാൻ കഴിയും. ഹല്ലേലൂയ. നമ്മൾക്ക് കഴിയില്ല, പല കൗൺസിലർമാർക്ക് കഴിയില്ല, സൈക്കോളജിസ്റ്റിനും കഴിയാത്ത ദുർസ്വഭാവങ്ങൾ അല്ല അഡിക്ഷനുകളിൽ നിന്ന് ജനത്തെ വിടുവിക്കുവാൻ യേശുവിന് കഴിയും. ഹല്ലേലൂയ. അത് വിശ്വസിക്കുക. കാരണം അവരാണ് പ്രാണനെയും ആത്മാവിനെയും സൃഷ്ടിച്ച് മനുഷ്യൻ്റെ ഉള്ളിലാക്കിയത്. അതുകൊണ്ട് സ്വഭാവങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. എത്ര ക്രൂരനായ മനുഷ്യനാണെങ്കിലും, എത്ര കൊലപാതകിയാണെങ്കിലും ക്രിസ്തുവിൻ്റെ സ്നേഹം അവൻ്റെ അകത്തേക്ക് വന്നാൽ അവന് രൂപാന്തരം ഉണ്ടാകും. അവൻ്റെ ഹൃദയം ഒരു കുഞ്ഞാടിനെ പോലെ, അല്ലെങ്കിൽ ഒരു നിഷ്കളങ്കമായ ഹൃദയമാക്കി ദൈവം മാറ്റും. കർത്താവ് തന്നെ പറഞ്ഞില്ലേ, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ വരുവിൻ നമുക്ക് തമ്മിൽ വാദിക്കാം, നിങ്ങളുടെ പാപങ്ങൾ എത്ര കടുംചുവപ്പാണെങ്കിലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ ആയിത്തീരും. ഹല്ലേലൂയ. അങ്ങനെ ആക്കാൻ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. യോഹന്നാൻ്റെ ലേഖനം 1 യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം
സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളുടെ കറകളെയും കളഞ്ഞ് നമ്മളെ വിശുദ്ധരാക്കുന്ന രക്തമാണ്. അതെ, യേശുവിന് അസാധ്യമായ ഒന്നുമില്ല. നമ്മുടെ പാപങ്ങളുടെ മേൽ അവന് അധികാരമുണ്ട്. ഹല്ലേലൂയ. നമ്മുടെ രോഗങ്ങളെ അവന് സൗഖ്യമാക്കുവാൻ അധികാരമുണ്ട്. ആമേൻ. അവൻ നമ്മുടെ രോഗങ്ങളെ ക്രൂശിൽ വഹിച്ചവനാ. നമ്മുടെ രോഗങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ കയറിയവനാ. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. 1 പത്രോസ് 2:24 സൗഖ്യം തന്നിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതെ, യേശു ക്രിസ്തുവിന് നമ്മുടെ രോഗത്തിൻ്റെ മേൽ അധികാരമുള്ള സൗഖ്യമാക്കുന്ന ദൈവമാണ്. യേശുവിന് നമ്മുടെ മരണത്തിൻ്റെ മേൽ അധികാരമുണ്ട്. മരണത്തിൻ്റെ അധികാരിയായ പിശാചിനെ തൻ്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരൊക്കെ വിടുവിച്ചെന്നാണ് എബ്രായലേഖനം 2:14 പറയുന്നത്. യേശു നമ്മുടെ മരണം നീക്കുന്നവനാണ്. ഹല്ലേലൂയ. അവൻ മരിക്കാനായി ലോകത്തിൽ വന്നു, മരിച്ചവരെ ഉയർപ്പിച്ചു, താൻ തന്നെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു. ഹല്ലേലൂയ. ഇനി തന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും എന്നുള്ള വാഗ്ദാനം അവൻ നൽകിയിരിക്കുന്നു. അവരും ഉയർക്കും. ആമേൻ. ഹല്ലേലൂയ. കല്ലറകളിലുള്ളവർ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കും, ജീവനായിട്ട് അവർ ഉയർത്തെഴുന്നേൽക്കും. ഹല്ലേലൂയ. പിതാവ് പുത്രന് തന്നിൽ തന്നെ ജീവൻ ഉണ്ടാകുവാൻ വരം നൽകിയിരിക്കുന്നത് കൊണ്ടും താൻ ഇച്ഛിക്കുന്നവരെയൊക്കെ ഉയർപ്പിക്കാനായിട്ട് പിതാവായ ദൈവം യേശുവിന് വരം നൽകിയിരിക്കുന്നു. ഒടുക്കത്തെ നാളിൽ അവനെ ഉയർപ്പിക്കുമെന്നാണ് യേശു തന്നിൽ വിശ്വസിക്കുന്നവരെ കുറിച്ച് പറയുന്നത്. അതെ, മരണത്തിൻ്റെ മേൽ യേശുവിന് അധികാരമുണ്ട്, ജീവന്റെ മേൽ അധികാരമുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ നേരിടുന്ന സകല തകർച്ചകൾ, അത് സാമ്പത്തിക പ്രശ്നമാകട്ടെ, കുടുംബത്തിനകത്തെ പ്രശ്നങ്ങളാകട്ടെ, അതിലൊക്കെ പരിഹാരം തരുവാൻ യേശുവിന് കഴിയും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന് യേശു പറഞ്ഞു. ഹല്ലേലൂയ. മത്തായി സുവിശേഷം 11:28 എല്ലാവരും എൻ്റെ അടുക്കൽ വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, സകല പീഡിതരെയും ആശ്വസിപ്പിക്കുവാൻ കർത്താവിൻ്റെ അടുക്കൽ അവന് വലിയ കരുണയുണ്ട്. ഹല്ലേലൂയ. അവൻ ആശ്വസിപ്പിക്കുന്ന ദൈവമാണ്. ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായിയോട് ദൈവത്തിൻ്റെ ദൂതൻ ഉൽപ്പത്തി പുസ്തകം 18:14 പറയുകയാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ടോ? തലമുറയില്ലാത്ത വിഷയമാണ്. പക്ഷെ തലമുറയില്ലാന്ന്, ഇനി തലമുറ ഉണ്ടാകാൻ പോകുന്നില്ല, ആ പ്രായവും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കർത്താവ് പറയാണ്, യഹോവയാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്. അതെ, നിങ്ങളുടെ തലമുറയുടെ വിഷയത്തിൽ ദൈവത്തിന് ഇടപെടാൻ പറ്റും. ആമേൻ. ദൈവം ഗർഭം അടച്ചു എന്ന് എഴുതിയിട്ടുണ്ട്, ബൈബിളിൽ ഗർഭം തുറന്നു എന്ന് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയുടെ മറുപടി ആദ്യം കൊടുത്തു എന്ന് എഴുതിയിട്ടുണ്ട്, പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി കൊടുത്തു. അതെ, പ്രാർത്ഥിക്കുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. ആമേൻ. യേശുവിൻ്റെ അമ്മയായ മറിയയോട് ഗബ്രിയേൽ മാലാഖ പറഞ്ഞ വാക്യം ലൂക്കോസിന് സുവിശേഷം 1:37 അതായത്, വിവാഹം കഴിക്കാത്ത ആ കന്യകയായിരുന്ന മറിയ, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭവതിയാകാൻ പോകുന്നു, യേശുവിന് ജന്മം കൊടുക്കാൻ പോകുന്നു പറഞ്ഞപ്പോൾ എങ്ങനെ വിശ്വസിക്കുന്നു പറഞ്ഞപ്പോൾ കർത്താവിൻ്റെ ദൂതൻ പറയാണ്, യഹോവയ്ക്ക്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ദൈവം വിചാരിച്ചാൽ എല്ലാം നടക്കും. വിശ്വാസവും സമർപ്പണവും ഉള്ളവർ നമ്മളെ ഏൽപ്പിച്ചു കൊടുത്താൽ ദൈവത്തിന് നമ്മളെ ഉപയോഗിക്കാൻ പറ്റും. ഹല്ലേലൂയ. ദൈവത്തിന് ഒരു കാര്യം അസാധ്യമല്ലല്ലോ എന്ന് പറയുമ്പോൾ തന്നെ മനുഷ്യൻ്റെ കാര്യത്തിൽ നമ്മളൊന്ന് സമർപ്പിച്ചാൽ മതി. അതെ, ഇപ്പോൾ നിങ്ങളൊന്ന് സമർപ്പിച്ചേ, കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കട്ടെ. ഇപ്പോൾ നിങ്ങളൊന്ന് വിശ്വസിച്ചേ, കർത്താവ് നിങ്ങളെ ഉദ്ധരിക്കട്ടെ. ഇപ്പോൾ നിങ്ങളൊന്ന് വിശ്വസിച്ചേ, നിങ്ങളുടെ ഞെരുക്കങ്ങളിൽ ദൈവം വിടുവിക്കട്ടെ, യേശുവിൻ്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആമേൻ. യെശയ്യാപ്രവാചകൻ 43:13 എഴുതിയിരിക്കുന്നു, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എൻ്റെ കയ്യിൽ നിന്ന് വിടുവിക്കാവുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ തടുക്കും? ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോകുക. ആരൊക്കെ തടുക്കുമെന്ന് പറഞ്ഞാലും ദൈവം ഒരു വഴി തുറക്കും. ആരൊക്കെ അതിലൂടെ പോകണമെന്ന് പറഞ്ഞാലും ദൈവമായിട്ട് ചില വാതിലുകൾ തുറക്കും. അതെ, ഞാൻ നിങ്ങൾക്കോട് പ്രാർത്ഥിക്കാം. ദൈവത്താൽ സകലതും സാധ്യം. ലൂക്കോസിന്റെ സുവിശേഷം 18:27 മനുഷ്യർ രക്ഷിക്കപ്പെടുന്നതിനെ കുറിച്ച് ശിഷ്യന്മാർ പറയുമ്പോൾ, അങ്ങനെയൊന്നും ആർക്ക് രക്ഷപ്പെടാൻ പറ്റിയല്ല എന്ന് പറയുമ്പോൾ യേശു പറയാണ്, അതിനവൻ മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. അതെ, അവരൊന്നും നന്നാകാൻ പോകുന്നില്ല, ഇവർ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് വിധി എഴുതിയ വ്യക്തിയായിരിക്കാം നിങ്ങളോ നിങ്ങളുടെ കുടുംബാംഗങ്ങളോ. കർത്താവ് പറയുന്നു, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ദൈവം രൂപാന്തരപ്പെടുത്തും, ദൈവത്തിന് രക്ഷപ്പെടുത്താൻ പറ്റും. നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. നീട്ടിയ ഭുജം കൊണ്ടും മഹാശക്തി കൊണ്ടും സർവത്തെ ഉണ്ടാക്കിയ ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാതിരിക്കില്ല. നിങ്ങളുടെ ചെറിയ വിഷയത്തിൽ, അത് നിങ്ങളുടെ വലിയ വിഷയത്തിൽ ദൈവം ഇടപെടും. ഏത് വിഷയമാണെങ്കിലും
ആമേൻ. വിശ്വസിക്ക്, കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. സ്വർഗീയ പിതാവേ, ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ കർത്താവേ, ലോകം മുഴുവൻ അസാധ്യമെന്ന് പറയുമ്പോൾ, അറിവുള്ളവരും അസാധ്യമെന്ന് പറയുമ്പോൾ, പരിചയമുള്ളവരും അസാധ്യമെന്ന് പറയുമ്പോൾ, ഇനി സ്വന്തമായിട്ടും എനിക്കെല്ലാം അസാധ്യമാണല്ലോ എന്ന് പറയുമ്പോഴും കർത്താവേ, യേശുക്രിസ്തുവിന് സകലതും സാധ്യമാണെന്നുള്ള ആ വചനം ഞങ്ങൾ ഏറ്റെടുക്കുന്നു. എൻ്റെ കർത്താവിന് മഹാശക്തിയുള്ളവന്, അധികാരമുള്ളവന്, സകലം സാധ്യമാക്കി തരുന്നവൻ. ഈ മക്കളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ദൈവവചനത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. ആ വചനം കൊണ്ട് ഈ മക്കൾക്ക് സകലതും സാധ്യമാക്കണമേ. അസാധ്യങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ കടന്നു വരട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഈ വചന സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ കുറേ പേരൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യണം. ഗോഡ് ബ്ലസ് യു. ഹാവ് എ മിറാക്കുലസ് ഡേ.